പരസ്പര വിശ്വാസത്തിലും ദൈവകാരുണ്യത്തിലും ആശ്രയിച്ച് തങ്ങളിൽ ദൈവമേൽപ്പിച്ച ദൈവനിയോഗത്തിന് പ്രത്യുത്തരം നൽകി 6 പതിറ്റാണ്ട് പിന്നിട്ട് ദൈവപരിപാലനയുടെ നേർസാക്ഷികളായി ഞങ്ങൾക്കെന്നും ഉത്തമ മാതൃകയും പ്രോത്സാഹനവുമേകി 80 വയസ്സിന്റെ തികവിലും നിറവിലും 18ന്റെ പ്രസരിപ്പോടെ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അപ്പച്ചനും അമ്മയ്ക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ താരദമ്പതികൾ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് കൈകൾ അടിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാം. ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നതിനൊക്കെ മിന്നൽ താരങ്ങളായ ഞങ്ങളുടെ അപ്പാപ്പനെയും അമ്മാമയും മാലയിട്ട് സ്വീകരിക്കാനായി ഞാൻ അവരുടെ കളിക്കൂട്ടുകാരായ എറിനെയും എരിക്കേനെയും ക്ഷണിക്കുന്നു. അറുപത് വർഷം പിന്നിട്ട ഇവരുടെ ജീവിതം വിലയിരുത്തുമ്പോൾ ഇത്രയും റൊമാൻറ്റിക്കായി ജീവിച്ചു പോരുന്ന കപ്പിൾസ് വേറെ ഉണ്ടോയെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്നുണ്ട്. കാരണം ഇക്കാലം അത്രയും പരസ്പരം സ്നേഹിച്ചും തീരെ കലഹിക്കാതെയും ഒന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഒന്നിന് പകരം 2 കൊടുത്തും വളരെ മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണിവർ. ഞങ്ങൾ 5 മക്കളിൽ ഇവരുടെ ഈ അഗാധമായ സ്നേഹം അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇവരുടെ സ്നേഹം അഗാധവും സുദൃഢവും സത്യസന്ധവുമാണ്. നമ്മളുടെ ഇന്നത്തെ സായാഹ്നത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സായാഹ്നം അനുഗ്രഹീതമാക്കുന്നതിന് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളിൽ നിന്നും വേർതിരിഞ്ഞു പോയ അപ്പച്ചൻ്റെ മാതാപിതാക്കന്മാരെയും അമ്മയുടെ മാതാപിതാക്കന്മാരെയും ഒപ്പം അപ്പച്ചൻ്റെ സഹോദരി സിസ്റ്റർ മരിയ പ്ലാക്കൽ, അമ്മയുടെ സഹോദരി സിസ്റ്റർ ജിലിയാൻ MC, ഇവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈവനിങ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനായി വേണ്ടി നമ്മുടെ പ്രിയ ഇടവക വികാരി റെവറൻഡ് ഫാദർ ഡോക്ടർ ജോജോ തൊടുപറമ്പിൽ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സമ്മിശ്ര ചിന്തകളോടെയും വികാരങ്ങളോടെയും ഇവിടെ ആയിരിക്കുന്ന വർഗീസേട്ടനെയും റോസി ചേച്ചിയെയും ഈശോയുടെ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം എന്ന് വെച്ചാൽ 60 വർഷക്കാലം
അവരെ ഒന്നിച്ച് സന്തോഷത്തിലും ദുഃഖത്തിലും, നമ്മുടെ പ്രതിജ്ഞയിൽ ചൊല്ലുന്നത് പോലെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിശ്വസ്തയോടെ ഒരു ജീവിത ബലി അർപ്പിച്ച സന്തോഷത്തിൽ, അതേ സമയത്ത് ഈ ജീവിതം കടന്നുപോയ വഴികളിലെ വേദനകളോ സങ്കടങ്ങളോ ഒക്കെ നന്മയായി മാറ്റിക്കൊണ്ട് അതിനെ ഓർത്തെടുക്കാൻ വേണ്ടി ഇന്ന് മക്കളും കുടുംബാംഗങ്ങളും ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഏറ്റവും അനുഗ്രഹീതമാകാൻ നമുക്കൊരു നിമിഷം തമ്പുരാന്റെ കരങ്ങളിൽ ഇവരെ സമർപ്പിക്കാം. നാളിതുവരെ അവരുടെ ജീവിതങ്ങൾക്കും അവരിലൂടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ച ഒരുപാട് നന്മകൾ, പ്രത്യേകിച്ച് ഇടവകയിൽ ഒരു വികാരി എന്നുള്ള നിലയിൽ ഞാൻ ഒരു വർഷക്കാലം 1.5 വർഷക്കാലം ഈ അപ്പച്ചനെയും അമ്മച്ചയെയും പരിചയപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷവും അതുപോലെ ആത്മാർത്ഥതയും നിറഞ്ഞ ദൈവവിശ്വാസം നിറഞ്ഞ ജീവിതം, അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ആരോഗ്യം അനുസരിച്ച് തന്നെ അവരിത് വളരെ ഭംഗിയോടെ നിർവഹിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം തമ്പുരാന്റെ കരങ്ങളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്നുള്ള ഗാനത്തിന്റെ വരികൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. 60 വർഷക്കാലം പിന്നിടുന്ന ഈ നവദമ്പതികളെയും അതുപോലെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, വൈദികരെയും സന്യസ്തരെയും അൽമായരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ കൂട്ടായ്മയെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശോഭിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നന്ദി ജോജാച്ച. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. അടുത്തതായി തിരി തെളിയിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ലോകത്തിന്റെ പ്രകാശമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിന്റെ നിത്യമായ പ്രകാശം ഇവരുടെയും നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ അനുസ്യൂതം വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പ്രതീകാത്മകമായി ഒരുക്കിയിരിക്കുന്ന തിരികൾ തെളിയിക്കുകയാണ്. അതിനായി അപ്പച്ചനെയും അമ്മയെയും ഒപ്പം പേപ്പച്ചനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അപ്പാപ്പനെയും അമ്മാമ്മയും ഷോൾ അണിയിച്ച് ആദരിക്കുവാനായി അവരുടെ സീനിയർ കളിക്കൂട്ടുകാരായ അനുവിനെയും അഞ്ജുവിനെയും ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ.
അടുത്ത ഈ കേക്ക് കട്ടിംഗ് ആണ്. അപ്പച്ചന്റെയും അമ്മയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ ഡയമണ്ട് ജൂബിലി വേളയിൽ ഇവരുടെ പിന്നിട്ട വഴികളിൽ ഇവർ പങ്കുവച്ച പ്രണയസമ്പുഷ്ടവും മധുരതരവുമായ സ്നേഹം അയവിറക്കുന്നതിനും അവയുടെ ഓർമ്മകൾ പരസ്പരം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി ഈ മധുരം മുറിച്ച് പരസ്പരം പങ്കുവെക്കുവാൻ അപ്പച്ചനെയും അമ്മയെയും ക്ഷണിക്കുന്നു. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and content? I used to think that happiness had its end when but that was when I better walk into my heart. Congratulations, celebration, when I tell everyone that you're in love with me. Congratulations. കൈയടിച്ചേ. രണ്ടുപേരും മുഖം നോക്കി അറിഞ്ഞൂടെ എന്ത് സന്തോഷത്തിന്റെ കൊടുക്കണേ. But since tonight you said you wouldn't live without me. മൈക്കെടുക്കണോടാ? മാറ്റണോ? ഇവിടെ തീരുമാനം എൻ്റെ മോനെ അവിടെ ഇരുന്നേ. അപ്പാപ്പേ പേപ്പർ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു റൊമാൻറ്റിക് കപ്പിൾ കണ്ടിട്ടില്ലെന്ന് അല്ലേ? അപ്പൊ ഈ എന്താ പറയാ 60 years ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ് എന്തായിരുന്നു എന്ന് പറയാമോ? അമ്മാമ്മ ഏറ്റവും ലവിങ് ആയിട്ടുള്ള എന്തൊരു മൊമെന്റ്? അല്ല ഒന്ന് ഓർമ്മ ഒന്ന് റിഫ്രഷ് ചെയ്യും, ചിലപ്പോ വരും. 60 വർഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അമ്മാമ്മയ്ക്ക് അപ്പാപ്പനെ കുറിച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം? ഇഷ്ടമില്ലാന്ന് പറയരുത്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ആൻസർ. ഒന്നും പറയാൻ സ്നേഹം സ്പീച്ച്ലെസ് ആണ്. നമ്മുടെ സ്റ്റേജില് പരിപാടികൾ കഴിഞ്ഞു. ഇനി അപ്പച്ചനമ്മയ്ക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി ഇരിക്കാം. ഫോട്ടോസ് കഴിയട്ടെ ഇപ്പൊ ഇറങ്ങണ്ട. അച്ഛനെ പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണം. റാഫലച്ചൻ ഭക്ഷണം കഴിക്കാണോ? അച്ഛൻ വന്നോട്ടെ, അച്ഛൻ ഭക്ഷണം കഴിച്ച് വന്നോട്ടെ. അച്ഛൻ ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഫോട്ടോ മതി. ഇവരുടെ വിവാഹ വാർഷിക ആഘോഷവേളയിൽ അതിന് മാറ്റുകൂട്ടുവാനായിട്ട് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചേർന്ന് ഒരു ആശംസാഗാനം പാടുകയാണ് ഇവിടെ. ബെസ്റ്റ് കേരള
പോസ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്നോടെ. ആശംസഗാനം പാടാം, ആമോദരാഗം മൂടാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂടാം. തീരാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം നീക്കിരുത്തേ. തിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം നീക്കിരുത്തേ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ. അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹപ്പൂമഴ കാണും. നമ്മിതെന്നറുമലരേക പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. നമ്മിതെന്നറുമലരേക പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. സരി 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 പമരി സരി 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 നിനി മമ 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 പാപാരി പമരി സരി സരി സ ല 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 ല. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ. താങ്ക് യു. ഇനി അപ്പച്ചനും അമ്മയ്ക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അപ്പച്ചൻ്റെ ഫ്രണ്ടായിട്ടുള്ള ശ്രീ പള്ളിപ്പാടൻ ജോസേട്ടനെ
ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടുപേരും കൂടി സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ബന്ധുക്കളെ, മക്കളെ എല്ലാവരെയും ഈ വേളയിൽ ഒന്നിച്ച് കാണുന്ന ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷം. ഞങ്ങളെ പണ്ടത്തെ വളരെ മുൻപത്തെ കൂട്ടുകാരൊന്നുമല്ല, എന്നിരുന്നാലും ഞങ്ങൾ ഈ പള്ളിമണി ഉള്ള കാലത്ത് ഞങ്ങൾ 5 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് ഒരേ രീതിയിൽ ഒരേ കൈക്കാരന്മാരായിട്ടും അല്ലാത്ത രീതിയിലും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം ഇപ്പോഴും ആളും മറക്കാണ്ട് ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. കുറേ ആൾക്കാരുണ്ട്, എന്നിരുന്നാലും അതിൽ പ്രധാനം എന്നുള്ള രീതിയിലാണ് പുള്ളി ഞങ്ങളെ വിളിച്ചത്. ഇതുപോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, എന്നിരുന്നാലും ഞങ്ങളെ വിളിച്ച് ഞങ്ങളൊരു ഈ ആഗ്രഹത്തിൽ ഞങ്ങളും വന്നു ചേരാൻ പറ്റിയതിൽ ഞങ്ങൾ അങ്ങേറ്റം നന്ദി പറയുന്നു. ജഗദീശിനോട് ഇനിയും വർഗീസേട്ടന് ഇതേപോലുള്ള എല്ലാ കൊല്ലവും 10 കൊല്ലം കൂടുമ്പോൾ ഇതേമാതിരി ഓരോ പരിപാടി നടത്താൻ അവസരം കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. അപ്പം ഈ വേദിയിൽ ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ വിളിച്ച ഈ വർഗീസേട്ടൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ടാണ്. ഒത്തിരി നന്ദി ജോസേട്ട. അടുത്തതായിട്ട് ആരെങ്കിലും, ഞാൻ പേര് പറയുന്നില്ല, ആരെങ്കിലും ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് കടന്നു വരാവുന്നതാണ്. ഒരു പീസ് പോലീസ് വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന വർഗീസേട്ടനും റോസി ചെട്ടിയാർക്കും എൻ്റെയും നിങ്ങളുടെ റാക്കൽ ഫാമിലിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ വർഗീസേട്ടനെ കാണുമ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വർഗീസേട്ടനെ കുറേ പ്രാവശ്യങ്ങൾ കണ്ടിട്ടും റോസി ചെട്ടിയാറെ കണ്ടിരുന്നില്ല. എങ്ങനെ വന്നാലും ആൾ പറഞ്ഞില്ലേ മുൻവശത്തേക്ക് വരുന്ന മട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാണ് ഈ റോസി എന്ന ആളെ ഒന്ന് കാണാൻ സാധിച്ചത്. അത്രയ്ക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ ദമ്പതികളിൽ 100% മാർക്ക് കൊടുക്കാവുന്നത് റോസി ചെട്ടിയാർക്കാണ്. വർഗീസേട്ടൻ്റെ 90 കാരണം വർഗീസേട്ടനെല്ലാം ഇങ്ങനെ മനസ്സിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ സഹിക്കേണ്ടി പറയുകയെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ മനസ്സിൽ കാണുന്ന ആൾക്കാർ തുറന്നു പറയുന്ന ആൾക്കാരിൽ 2 വ്യത്യാസമുണ്ട്. മനസ്സിൽ കാണുന്ന ആൾക്കാരുടെ ഈ ഉദ്ദേശമൊന്നും ശമിപ്പിക്കണമെങ്കിൽ വലിയ പങ്കപ്പാടാണ്. അപ്പോൾ അത് റോസി ചെട്ടിയാരെ ഈ പങ്കാളിന് അതൊക്കെ എന്താ പറയുക വളരെ സിൻസിയറായിട്ട് ഈ കുടുംബത്തിൻ്റെ ശരിക്കും വന്നൊരു നല്ല വിളക്കായിട്ട് അത് തീർച്ചയായിട്ടും ഈ ദമ്പതികൾക്ക് ഏറെ ഗുണം ചെയ്തു. തീർച്ചയായിട്ടും വർഗീസേട്ടനും ഒക്കെ ഈ വർഷം വരെ ജീവിച്ചതിൻ്റെ ഒരു പ്രചോദനം ആ ഒരു പ്രചോദനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമല്ല ഏറ്റവും കൂടുതൽ വേണ്ടത്, മാനസികമായിട്ടുള്ള സൗഖ്യമാണ് വേണ്ടത്.
അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ ആ ഒരു ബുദ്ധിമുട്ട് പരിമിതികളൊക്കെ ഒരുപാടുണ്ടായെങ്കിലും ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഈ കുടുംബത്തിന് അപ്പനെയും അമ്മേനെയൊക്കെ നോക്കി സഹോദരങ്ങളെയൊക്കെ നോക്കി എന്തെങ്കിലും ഒരു സൗണ്ട് ഇവിടെ ഞാൻ കേട്ടിട്ടില്ല. പല വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ യാതൊരുത്തില്ല കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടായെന്ന് അതീശനം പറയാം, അത് നീയാണ് തീരുമാനിച്ചത്, ഞാൻ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഫാമിലിയുമായി നല്ല ഒരു കുടുംബജീവിതം നയിച്ച ഇവർക്ക് ഒരു 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ബോധു ചേട്ടാ. കോനൂരിൽ നിന്നും അമ്മായിയുടെ മക്കളും മരുമക്കളൊക്കെ വരുന്നുണ്ട്. പള്ളിയിലൊക്കെ പറഞ്ഞാൽ ഇസ്മായിൽ ഗ്രാമത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അച്ഛനെ ഒന്ന് വിളിച്ച് അല്ല ഫിലിപ്പച്ചനെ പറയേണ്ട വിധം പറയാം. ഇസ്മായിൽ ഗ്രാമത്തിൻ്റെ പ്രതിനിധി ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിപ്പച്ചൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞാൽ വേണ്ട അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കാലമാണ്. ഞാൻ ആരാണെന്ന് എനിക്ക് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ കോനൂര് വർഗീസേൻ്റെ അമ്മായിയുടെ മൂത്ത മകനാണ്. എൻ്റെ പെങ്ങന്മാരും അളിയന്മാരുമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതിനു മുന്നേ പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ വളരെയധികം പരിമിതികളുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ പഴയ കാലം. ആ കാലത്ത് എൻ്റെ സ്കൂൾ ജീവിതത്തിൻ്റെ അവധിക്കാലങ്ങളിൽ ഞാൻ ഭൂരിഭാഗവും ചെലവഴിച്ചത് ഈ വെണ്ണൂര് നമ്മുടെ അച്ഛന്മാരുടെ വീടുകളിലായിരുന്നു. ഞാൻ ആവോളം എനിക്ക് മാതൃകയായിരുന്ന, എനിക്ക് ചേട്ടന്മാരില്ല, എനിക്ക് മാതൃകയായി എനിക്ക് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നയിച്ചിരുന്ന നമ്മുടെ ചേട്ടന്മാരാണ് വർഗീസ് ചേട്ടനും അന്തോണിക്കുട്ടി, ഇപ്പോൾ അച്ഛനായിരിക്കുന്ന നമ്മുടെ അന്തോണിക്കുട്ടി ചേട്ടൻ. അന്ന് അന്തോണിക്കുട്ടി ചേട്ടനെ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനും എവിടെ പോകണമെങ്കിലും ഈ വെണ്ണൂർ പള്ളി വരുന്നതിന് മുന്നേ തന്നെ മേലൂർ പള്ളിയിൽ പെരുന്നാളുകൾ, അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങളിലും എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി അത് കാണിച്ച് കൊണ്ടുപോകാനും സന്തോഷം പങ്കിടുവാനും വളരെയധികം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നടന്ന് സന്തോഷിപ്പിക്കുവാൻ അച്ഛനും വർഗീസേട്ടനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ വന്ന് യാതൊരുവിധ വഴക്കമുള്ള വയ്യോല എന്നവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കോനൂര് വന്നപ്പോൾ നമ്മുടെ അന്തോണിക്കുട്ടി അച്ഛനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ അവിടെ ഇടയ്ക്കൊരു കച്ചേരിയൊക്കെ കൂടാറുണ്ട്, പാട്ട് കച്ചേരി. ഞങ്ങൾ പിള്ളേരും അനിയന്മാരും എല്ലാവരും കൂടി പഴയ കാലത്ത് ചേർന്ന് അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് പാട്ട് കച്ചേരി നടത്താറ്. അതുപോലെ തന്നെ ഈ നമ്മുടെ വർഗീസേട്ടൻ അത്ര ചെറിയ നിസ്സാരക്കാരനൊന്നുമല്ല, കലാപരമായി ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. മേലൂർ പള്ളിയിൽ അവിടെ പെരുന്നാളിന് നാടകങ്ങളിൽ ഏറ്റവും പറ്റിയ വേഷം തമാശക്കാരൻ്റെയാണ്.
അപ്പോൾ അവിടെ നാടകങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വൈന്തലപ്പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കുർബാന കാണാൻ പോയപ്പോൾ ഒരു ചെറിയ തമാശ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അന്തോണിക്കുട്ടിയച്ഛൻ വർഗീസാണ്ട് ഒരുമിച്ച് ഇങ്ങനെ അപ്പോൾ മലവെള്ളം കയറി ഇറങ്ങി പോണ സമയത്ത് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുള്ളൂ പറക്കം നടക്കാനായിട്ട്. ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഒരു കല്ലെടുത്ത് ഞാൻ കൈ പിടിച്ചിരുന്നു. അപ്പോൾ വെള്ളം ഇറങ്ങി പോയിട്ടില്ല. ഞാൻ കല്ല് ഒരു വസ്തിക്ക് വെറുതെ എറിഞ്ഞു. എറിഞ്ഞപ്പോൾ എന്നെ വരെ തട്ടിയിട്ടുണ്ട്. അന്തോണിക്കുട്ടിയച്ഛൻ അവിടേക്ക് ഓടണം. ആ വലിയ മീനാണ്, നമുക്കൊക്കെ കാണാം. വെള്ളം ഇറങ്ങണ സമയത്ത് മീനും ധാരാളം കാണും. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഓടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് പറഞ്ഞ അച്ഛന് വിഷമമില്ല. അപ്പം അതേമാതിരി എല്ലാ തമാശയുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ടമാതിരി ഞങ്ങൾക്ക് ആ പ്രചോദനവും അതിന് വേണ്ട ലീഡിങ്ങും തന്ന, നമ്മൾക്ക് സ്നേഹം ആവോളം പകർന്നു തന്ന ആൾക്കാർ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് വർഗീസേട്ടനും റോസി ചേച്ചിക്കും ഈ 60 വർഷത്തെ വിവാഹ ജീവിതത്തിൻ്റെ ഈ വേളയിൽ അവർക്ക് ഏറ്റവും നന്ദിയും ആശംസകളും നേർന്നു കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി നന്ദി അന്തോണി ചേട്ടാ. അടുത്തായിട്ട് വെട്ടിക്കുഴി ഡീപോൾ സ്മൈൽ വില്ലേജിൽ നിന്നും അവരെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഫിലിപ്പച്ചൻ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സ്നേഹം പറഞ്ഞവരെ, ഒരു മിനിറ്റ്, നമ്മുടെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ആശംസ പ്രസംഗം ഇവിടെ നടക്കും, കലാപരിപാടികളിലൂടെ നടക്കും. നിങ്ങൾക്ക് ഫുഡ് എൻജോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ. വിവാഹത്തിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന, വജ്ര ജൂബിലി ആഘോഷിക്കുന്ന വർഗീസ് റോസി ദമ്പതികളെ ഈ സന്തോഷം ഇരട്ടിയാക്കാൻ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവരുടെ വിവാഹ വാർഷികത്തിൻ്റെ വജ്ര ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ സ്നേഹത്തോടെ ഇവർക്ക് ആശംസിക്കുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സ്മൈൽ ഗ്രാമത്തിൽ നിന്നും, അതായത് വർഗീസ് ചേട്ടൻ്റെ അനുജനായ ആന്റണി അച്ഛൻ സ്ഥാപിക്കപ്പെട്ട സ്മൈൽ ഗ്രാമത്തിൽ നിന്നും ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കാൻ കടന്നു വന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ് 2-3 പേരുണ്ട്. അച്ഛനുണ്ട്, ഞാനുണ്ട്. ഡയറക്ടർ അച്ഛൻ്റെ അഭാവത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്മൈൽ ഗ്രാമത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എവിടെയോ വായിച്ചത് ഓർമ്മയിൽ വരികയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ എളുപ്പമാണ് അല്ലേ? നമുക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ, തനിച്ച് ജീവിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. ഇത്രയും വർഷം, 60 വർഷത്തോളം ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരുമിച്ച് നിൽക്കുന്നതിലാണ് സ്നേഹം. ഒരുമിച്ച് നിൽക്കുന്നതിലാണ് സ്നേഹം. അപ്പൊ ഈ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇവര് ഇത്രയും വർഷം ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ കൃപ നൽകിയതെന്ന് പ്രത്യേകമായിട്ട് ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യും. അപ്പൊ ഈ സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിക്കണം. ഇനിയും ഇത്രയും നാൾ സാധിച്ചു. വലിയൊരു കലാകാരനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ധാരാളം പേര് പറഞ്ഞു കേട്ടു. ആന്റണി അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു കലാകാരനാണ്, നാടക നടനും അഭിനേതാവും ഒക്കെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും. അപ്പൊ അദ്ദേഹം ഈ ജീവിതം, ഈ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം, കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതൊരു വലിയൊരു കലയാണ്. അപ്പൊ ആ കല അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഈ കുടുംബജീവിതം, 5 മക്കളുടെ മാതാപിതാക്കളായി ഇവർ 2 പേരും. റോസി ചേച്ചിയെ കുറിച്ച് പറയേണ്ടതില്ല. കുലുങ്ങിച്ചിരിക്കുന്ന ആ റോസി ചേച്ചിയുടെ ആ നിഷ്കളങ്കത കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും ഒരു പലരും പറഞ്ഞു റോസി ചേച്ചിയാണ്. ഒപ്പം വർഗീസ് ചേട്ടന്റെയും ഇവരുടെ ജീവിതം തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ അനുഗ്രഹമാണ്. 5 മക്കളെ ഈ ലോകത്തിന് പ്രദാനം ചെയ്ത നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ, ഇടവക സമൂഹത്തിലൊക്കെ പ്രദാനം ചെയ്യാനായിട്ട് ഇവരിലൂടെ സർവേശ്വരൻ അനുഗ്രഹിച്ച നന്മകൾക്ക്, കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഇവരിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇവരുടെ നമുക്കറിയാം ആന്റണി അച്ഛൻ്റെ ഒക്കെ ഇവരുടെ വീട്ടുപേര് പ്ലാക്കൽ എന്നാണ്. അപ്പോൾ
പ്ലാവ് എന്നുള്ള വാക്ക്, പ്ലാവിൻ്റെ ഫലമായ ചക്ക. ഇപ്പോൾ ചക്കയാണ് എനിക്ക് പെട്ടെന്ന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് തോന്നിയത്. ചക്കയുടെ പുറന്തോട് ഞങ്ങളൊക്കെ എന്താണ് മടൽ എന്നാണ് പറയുന്നത്, ആണോ? ഇവിടെ എങ്ങനെയാണോ? ചക്കമടൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പരുപരുത്ത മുള്ളുകൾ നിറഞ്ഞ ഒന്നാണ് ചക്കമടൽ. പക്ഷെ ആ ചക്കമടലിന്റെ ഉള്ളിലിരിക്കുന്ന ചക്കച്ചുള, പഴുത്ത ചക്കച്ചുള അതീവ കൃത്യമാണ്, അല്ലെങ്കിൽ അതീവ മധുരതരമാണ്. അപ്പോ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ ഈ 60 വർഷത്തോളം ഇവർ ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ ഒത്തിരി നേരിട്ടിട്ടുണ്ടെങ്കിലും ദൈവം അവരുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നിറച്ചു നൽകിയ ആ സന്തോഷം, ആ ആനന്ദം അവര് ആവോളം നുകർന്നുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മധുരതരമായി അവതരിപ്പിച്ചുകൊണ്ട് മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ജീവിതത്തിൽ അവര് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം ഇവരുടെ ഈ നീണ്ട 60 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഫലമായിട്ട് ഇവരുടെ മക്കൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമൊക്കെ തീർച്ചയായും അവര് നമുക്കറിയാം, സാധാരണ കല്യാണ വേളകളിലൊക്കെ വിവാഹത്തിനൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. നിങ്ങൾ നോക്കൂ, അവരുടെ മുഖത്തേക്ക് നോക്കൂ, വാർദ്ധക്യം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ മുഖം, അല്ലെങ്കിൽ നരച്ച തലമുടി എന്നൊക്കെ പറയും. അതിന് കാരണക്കാരൻ നിങ്ങളാണ്, മക്കളാണ്. മക്കൾക്ക് വേണ്ടി അവര് അധ്വാനിച്ചതിന്റെ ഫലമാണ് ചുക്കിച്ചുളിഞ്ഞ അവരുടെ ശരീരം, വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന അവരുടെ ശരീരം, നരച്ച അവരുടെ തലമുടി. അതൊക്കെ വിളിച്ചോതുന്നത് മക്കൾക്ക് വേണ്ടി അവര് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ്. അപ്പോൾ തീർച്ചയായും മക്കൾ, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അനുസ്മരിക്കേണ്ടത് ഇവരുടെ കഷ്ടപ്പാടുകളും ഇവർ സഹിച്ച ആ വേദനകളും ഒക്കെയാണ്. അപ്പൊ തീർച്ചയായും ഏറെ സന്തോഷത്തോടുകൂടെ ഈ നിമിഷം ഇവരെ അനുസ്മരിക്കുകയും ഇവരെ നമ്മുടെ സമൂഹത്തിന് ഇടവകയ്ക്ക് നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം ഇവരുടെ വിവാഹ വാർഷികത്തിന്റെ വജ്രജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടൊരിക്കൽ കൂടി ആശംസിക്കുകയും, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഇനിയും അനേക വർഷങ്ങൾ ഇനിയും തുടർന്നുള്ള വിവാഹത്തിന്റെ വാർഷികങ്ങളൊക്കെ ആഘോഷിക്കാനായിട്ട് സർവശക്തൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒത്തിരി നന്ദി ഫിലിപ്പച്ച. ഇനി ആർക്കെങ്കിലും ആശംസകൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കടന്നു വരാം. ഗോറി ചേച്ചി വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷം നിറഞ്ഞൊരു സുദിനത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുക. വർഗീസേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു കാണുന്നവരായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 35 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. വന്ന നാൾ മുതൽ ഈ ഒരു കുടുംബത്തോടുള്ള ബന്ധം ഞങ്ങൾ വളരെ അഗാധമായി തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്, പ്രത്യേകിച്ച് വർഗീസേട്ടൻ്റെ കുടുംബത്തോട്. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന് ആ നാൾ മുതൽ അമ്മ വീട്ടിലേക്കൊരു യാത്രയുണ്ട്. ഞങ്ങൾ അവിടെയാണെങ്കിലും അമ്മ വീട് ഇവിടെയാണ്, ഞങ്ങൾക്ക് നടന്ന് വന്നാൽ മതി, അത്രയും അടുത്താണ്. അപ്പോൾ സന്ധ്യാസമയങ്ങളിൽ ഒട്ടുമിക്കവാറും ഞായറാഴ്ചകളിൽ ഞങ്ങളിവിടെ എത്തും. ഞങ്ങളുടെ കുഞ്ഞു മക്കളെയും കൊണ്ട് ഞങ്ങളിവിടെ എത്തും. ആ കുഞ്ഞു മക്കൾക്കും അത് കാരണം ഇന്ന് എല്ലാവരെയും വളരെ പരിചയമാണ്. എല്ലാവരെയും അവർ കുഞ്ഞുനാളിൽ തൊട്ട് ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അവരിന്നും എല്ലാവരെയും അറിയുകയും ചെയ്യും, അവരോട് അത്രയും സ്നേഹം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ 60 വർഷം വിവാഹ ജീവിതത്തിൻ്റെ 60 വർഷം പിന്നിട്ടുകൊണ്ട് വർഗീസേട്ടൻ നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കുകയാണ്. നമുക്കിത് തന്നെയല്ല, വർഗീസേട്ടൻ്റെ മക്കളിലൂടെ, പേരക്കുട്ടികളിലൂടെ, അതുപോലെ വർഗീസേട്ടൻ്റെ ഒരു പേരക്കുട്ടിക്ക് ഒരു കുഞ്ഞായിട്ടുള്ളൂ. ഇനിയും എത്ര കുഞ്ഞുങ്ങൾ ആവുന്നത് വരെ നിൽക്കാമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഈ എത്ര വർഷം വേണം വർഗീസേട്ടൻ? ഇനി ഒരു 60 വർഷം കൂടി ആവാം അല്ലേ? കാരണം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുണ്ട്, അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കൾ ഇത്രയും നല്ലൊരു സൽക്കാരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർഗീസേട്ടനെ അങ്ങനെ തന്നെ ആശംസിക്കാം. ഇനിയും ഒരു 60 വർഷം കൂടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കട്ടെ. പേരക്കുട്ടികൾക്ക്, വർഗീസേട്ടന് പേരക്കുട്ടികൾ കുറച്ച് പേരുണ്ട്, അതിൽ ഒരു പേരക്കുട്ടിക്ക് മാത്രമേ ഒരു കുഞ്ഞായിട്ടുള്ളൂ. ഇനി എത്ര പേരക്കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനിരിക്കണം. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത്രയും ദീർഘ ആയുസ്
രണ്ടുപേർക്കും നൽകാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ മൂത്തമ്മയുടെ ഇളയ മരുമകളാണ്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് രണ്ടുപേരും ഒരാൾ കൊടുത്തോ. ഓക്കെ. പ്രിയം നിറഞ്ഞവരിൽ ഇരുന്നോട്ടാ. അതിൻ്റെ ഒരു പാട്ട് പാടാൻ റെഡി ആകുമ്പോഴേക്കും നിങ്ങൾ ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ പഴയ പിതാവുണ്ടല്ലോ, പഴയ പിതാവ് കാര്യം വ്യത്യസ്തനാണ്. ആള് ചാൻസ് കൊടുക്കുക. അവസാനം ഇപ്പോൾ ആളിങ്ങനെ കുറേ പ്രസംഗിക്കും, അപ്പോൾ ആൾക്ക് ചാൻസ് കൊടുക്കില്ല. അപ്പോൾ ആളെന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ അത് പറയാൻ ഉദ്ദേശിച്ചൊക്കെ പറയും. അതായത് പഴയ പിതാവ്, നമ്മൾ തന്നെ പഴയ പിതാവ് അല്ലാത്തതുകൊണ്ട് എന്തായാലും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ അടിക്കടി വരാനുള്ളൊരു സാഹചര്യം കിട്ടാറുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടില്ല. പക്ഷേ വളരെ അടുപ്പം വലിയ മനസ്സിൻ്റെ വലിയ അടുപ്പം തോന്നിയിട്ടുള്ള ഒരു കുടുംബമാണ് റീസേറ്റിൻ്റെയും റോസി ചേച്ചിയുടെയും കുടുംബം. എനിക്കറിയില്ല നിങ്ങൾ എത്ര നാള് നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിൻ്റെ ആദ്യ നാളുകൾ ഓർക്കണ്ട? നിങ്ങൾ കണ്ടിട്ട് എത്ര സമയം കണ്ടില്ല? ഒന്നുമില്ല, കാണാൻ കിട്ടിയില്ല. കേട്ടാ, അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് ഇപ്പോ ജൂബിലി, വജ്ര ജൂബിലിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും ചോദ്യചിഹ്നങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു നോക്കി നമുക്ക് കിട്ടുന്ന കുട്ടികൾ എത്രയോ സമയം കിട്ടുന്നുണ്ടല്ലേ, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ 1 വർഷം അതിനേക്കാൾ കൂടുതലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ ഇതിനിടയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ സംസാരമില്ല. അതാണ് പലപ്പോഴുള്ള വിരോധാഭാസം. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ സംസാരങ്ങളില്ല. പക്ഷെ അതുവരെ ഒരുപാട് സംസാരങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ സംസാരം തുടങ്ങിയത് അങ്ങനെ ആ ഒരു നിമിഷത്തിൽ കാണല്, അല്ലെങ്കിൽ ഇതാണ് നിന്റെ ഭാര്യ എന്ന് കാരണവന്മാര് പറഞ്ഞ് ഏൽപ്പിച്ചു തന്ന, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് എന്ന് ഏൽപ്പിച്ചു തന്ന അതിൽ നിന്നാണ് ഇവരൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ആദരവാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക്. കാരണം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് പള്ളിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു സങ്കടമായിട്ട് എപ്പോഴും കടന്നു പ്രായമായി വരുമ്പോൾ ഉള്ളൊരു വിഷമാണ്. അതൊക്കെ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ പള്ളിയിൽ വന്ന് അത് വിശ്വാസം എന്താണെന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അത്രയും സ്നേഹത്തോടു കൂടി ജീവിതമാണ് നിങ്ങളുടെ. അപ്പോൾ വലിയൊരു ആദരവുണ്ട് നിങ്ങളുടെ മുമ്പിൽ. പള്ളിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ജോസേട്ടൻ പറഞ്ഞു 5 വർഷക്കാലം ദേവാലയത്തിൻ്റെ നിർമ്മിതി. ആ സമയം മാത്രമല്ല, എപ്പോഴും എത്രയോ സമയങ്ങളിലൊക്കെ അത് റീസേറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടാണ് റോസി ചേച്ചി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിശബ്ദമായ സേവനമാണ്. അതാണ് മക്കൾ നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നതൊക്കെ ആ നിശബ്ദതയാണ്. പക്ഷെ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് എന്തുമാത്രം നിങ്ങൾക്ക് വേണ്ടി ഈ അമ്മച്ചിയും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എത്രയോ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരുമിച്ചാണ് ഇവര്. അപ്പൊ ഞാൻ പറയുക, ഒരു തിരുക്കുടുംബം അതാണ്. സാധാരണ ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇതുവരെ ദൈവം അവസരം തന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പള്ളിയുടെ പേരിൽ, നമ്മുടെ പരിശുദ്ധ വെണ്ണൂരമ്മയുടെ നാമത്തിലുള്ള നമ്മുടെ ദേവാലയത്തിന്റെ പേരിലുള്ള ഈ ജൂബിലി മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ പ്രത്യേകമായി നേരുകയാണ്. അപ്പോൾ കൈയടിച്ച് നമുക്ക് ആശംസകൾ നേരാം. സ്തുതിയായിരിക്കട്ടെ കേട്ടോ. താങ്ക് യു. താങ്ക് യു അച്ഛാ.
ഇനി ഞങ്ങൾ മരുമക്കളും പേരക്കുട്ടികളും കൂടി ഒരു ഡെഡിക്കേഷൻ ഒരു പാട്ടിൻ്റെ ഇതാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ വലിയൊരു പാട്ട് പരിപാടിയായിട്ട് കണക്കാക്കണ്ട. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നതാണ്. പാടാൻ കഴിവുള്ളവരും കഴിവില്ലാത്തവരൊക്കെ ഇവിടെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടാൻ സാധിക്കും. ഓക്കെ, അതിനു മുമ്പായിട്ട് റാണി ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നതായിരുന്നു. ഞങ്ങൾ ചേട്ടൻ്റെ കൊച്ചച്ഛൻ്റെ മക്കളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ ദൈവത്തോടൊപ്പം തന്നെ വളരെ സ്ഥാനമുള്ളുണ്ട്. കുഞ്ഞേട്ടനും അതുപോലെ വലിയേട്ടനും ഈ കുടുംബം ചേച്ചിയും എല്ലാവരും ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെ ദൈവത്തോടൊപ്പം തന്നെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ 60ാം വിവാഹ വാർഷികത്തിൽ ദൈവം ചേട്ടനെയും ചേച്ചിയെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ വളരെയധികം വാത്സല്യപൂർവ്വം ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ചതിനും ദൈവത്തിന് നന്ദി. അതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടനും ചേച്ചിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. 60ാം വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഉമ്മ. അതൊന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങള് അപ്പച്ച, അമ്മ, ഞാൻ വിനിയനാണ്. 60ാം വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അയച്ച മെസ്സേജൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവരെല്ലാം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഞാനിവിടെ തന്നെ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളും ഞങ്ങളുടെ 5 മക്കളുടെയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം അച്ഛനും അമ്മയും വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇപ്പൊ എന്നോട് ഒരു പാട്ട് പാടിക്കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. Okay.
അപ്പച്ചൻ പറഞ്ഞത് ഇപ്പൊ തന്നെ പാടിയതായിരുന്നു ആർക്കും മനസ്സിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് മിനി ചേച്ചിയാണ് പാടിയത്. ഫോണിൽ കണക്ട് ചെയ്തതാണ്. അപ്പൊ കുറെ നേരമായിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്. കുർബാന തുടങ്ങിയപ്പോൾ അവിടെ നോക്കിയിരിക്കുക പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പാടിയതാണ്. ഓക്കെ, ഇനി അടുത്തത് വേറെ അടുത്തതായിട്ട് മരുമോളെ റെപ്രസെന്റ് ചെയ്ത് ബീനി ചേച്ചി. അതിനു മുമ്പ് ഒരു ആശംസ കവറുമായി റോസ് ചേച്ചി എത്തിയിട്ടുണ്ട്. എല്ലാവരോടുള്ള അഭ്യർത്ഥന, ഇതിങ്ങനെ നടക്കും. ആശംസകളും പാട്ടെല്ലാം. ഭക്ഷണം നമ്മളുടെ റെഡിയാണ്. എല്ലാവരും ഭക്ഷണത്തിലേക്ക് ഓരോരുത്തരായിട്ട് കടന്നു ചെല്ലാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പാരലായിട്ട് നടന്നോട്ടെ. ഭക്ഷണം അതിൻ്റെ കൂടെ നടക്കും. എല്ലാവരും ഓരോരുത്തരായിട്ട് ഭക്ഷണത്തിലേക്ക് ചെല്ലാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കും.
ഏറ്റവും പ്രിയപ്പെട്ട വലിയേട്ടനും നാത്തൂരും ഇത്രയും അനുഗ്രഹപ്രദമായ 60 വർഷങ്ങൾ പിന്നിട്ട ദാമ്പത്യ ജീവിതത്തിന് എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. അമേരിക്കയിൽ നിന്ന് കൊച്ചേച്ചി അപ്പച്ചൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കൊച്ചേച്ചി ശ്രമിക്കാം. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വലിയേട്ടനും നാത്തൂരും ഇത്രയും അനുഗ്രഹപ്രദമായ 60 വർഷങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പിന്നിട്ട് അവർക്ക് എന്റെ ഹൃദയമായ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. എന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്നതാണ്. വെഡിങ് ആനിവേഴ്സറി 60 years. ഇറ്റ് ഈസ് റിയലി അത്ഭുതങ്ങളാണ്. ഇനിയും നീളാൻ വാഴട്ടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം. ഓക്കെ, താങ്ക് യു കൊച്ചേച്ചി.
അപ്പോൾ ഞങ്ങളുടെ ഈ മ്യൂസിക് ഇതിനു വേണ്ടി തന്ന നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ബാബുചേട്ടനായിട്ട് സംസാരിക്കണം. സ്നേഹബഹുമാനം നിറഞ്ഞ അച്ഛന്മാരെ, കന്യാസ്ത്രീമാരെ, ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ വർഗീസേട്ടനും റോസിയെടുത്തരും, ഇന്നത്തെ 60ാം വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും അയൽവക്കക്കാരുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ വർഗീസേട്ടനും റോസിയെടുത്തർക്കും ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഏറ്റവും നല്ല മാതൃകയായ ഒരു കുടുംബമായി ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ നല്ലൊരു പ്രചോദനം നൽകുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഈ വർഗീസേട്ടൻ്റെ കുടുംബം.
വർഗീസേട്ടൻ ആത്മീയപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യപരമായ കാര്യങ്ങളിലും സേവനപരമായ കാര്യങ്ങളിലും ഒത്തിരിയേറെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ വർഗീസേട്ടൻ. അതുപോലെ തന്നെ ആരും പറയാതെ പോയ ഒരു കാര്യമാണ് നമ്മുടെ റോസിയെടുത്തരിന്റെ ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് ഏറ്റവും നല്ല രീതിയിൽ രുചികരമായ കറികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് റോസിയെടുത്തരിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആ കറിയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കളിക്കാൻ കൂടുന്ന ഈ പ്രായത്തിൽ, ചെറുപ്രായത്തിൽ ഞങ്ങള് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കളിക്കാൻ വരുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി കളിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒലത്തുകറി തരും. ആ കറിയുടെ രസവും രുചിയും മണവും ഇന്നും നമുക്ക് ആർക്കും, അത് കഴിച്ചവർക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ റോസിയെടുത്തരെ, അങ്ങയുടെ വിശിഷ്ടമായ കറി വിഭവം ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഗുണത്തെ ഞങ്ങൾ ഏറ്റവും അധികം ആശംസയോടെ, ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഒരു ആശംസ ഗാനവുമായിട്ട്, ആശംസ ഗാനമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ഗാനവുമായി തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക്. ഹലോ 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 പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായി, സന്തുഷ്ടമായി, സുദൃഢമായ ദാമ്പത്യ ജീവിതം നയിച്ച 60ന്റെ നിറവിൽ വിരാജിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് ചേട്ടനും റോസി ചേച്ചിക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകളും ഭാവുകങ്ങളും നേരുന്നു ഹൃദയപൂർവ്വം. വർഗീസേട്ടനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അത് വളരെ പതുങ്ങി നിന്ന് സൗഹൃദം കൊള്ളയടിക്കുന്ന ഒരു പ്രകൃതം, അത് തന്നെയാണ് റോസി ചേച്ചി. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഒരു ചെറിയ പാട്ട് ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. കൊമ്പിട്ടു നീ കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് കുരി വരച്ചാലും കുരിശു വരച്ചാലും കൊമ്പിട്ടു നീ കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന്.
പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ സന്ധ്യാദിയാദല സസ്യസാമനുക്കളിൽ വിത്തുവിതേ വർഗീയ വിത്തുവിതേ കുരിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നീസ്കരിക്കാൻ കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും വിളയും ഇന്ത്യതന്നിധികൾ ഇന്ത്യതന്നികൾ കുരിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് താങ്ക് യു താങ്ക് യു. ഞങ്ങൾ പാടാൻ തുടങ്ങണം. വെറുതെ പാട്ടുണ്ടോ? പാട്ടുണ്ട് പാട്ടുണ്ട് പാട്ട് ഹലോ, സ്നേഹമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിരിക്കുന്ന എൻ്റെ വലിയേട്ടനും ചേച്ചിയും അവരുടെ 60ാം വിവാഹ വാർഷികത്തിൻ്റെ സുദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അത് നടക്കുന്നുണ്ട്. ഞങ്ങൾ 5 കുടുംബങ്ങളാണ്. 5 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ ഈ സുദിനത്തിൽ രീതിയിലായിരിക്കുക. ചേട്ടനെ കുറിച്ചും ചേച്ചിയെ കുറിച്ചും പറയുമ്പോൾ ഒത്തിരി ഏറ്റവും കാരണവർ എന്ന് പറയാൻ ഒരാളും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ 5 കുടുംബത്തിൽ എങ്കിലും
ഞങ്ങളുടെ ഈ 5 കുടുംബങ്ങളെയും ഞങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഭാഗമാകുന്ന പ്രായം വരെ വളരെ സസൂക്ഷ്മം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഞങ്ങളുടെ ചേട്ടൻ. ഞാനെപ്പോഴും ചേട്ടൻ അച്ഛനെ ഞാൻ എപ്പോഴും കുഞ്ഞാട്ടനാണ് ഞാനും ജോഷിയൊക്കെ അഭിസംബോധന ചെയ്യാറ്. അപ്പോൾ ഞാൻ ഒരു രസകരമായ സംഭവം ഞാനിവിടെ ഇപ്പോൾ ഈ സമയം ഓർക്കുകയാണ്. അത് എനിക്കും ചേട്ടനും മാത്രമേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ചേട്ടൻ ചിലപ്പോൾ അത് മറന്നു കാണും. കാരണം കുഞ്ഞാട്ടിൽ നിന്ന് വിശുദ്ധ ബലിയിൽ പാടത്തും കൃഷിയൊക്കെയാണ്. ഞങ്ങൾ പണ്ട് കൃഷിക്കാരായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ പാടത്ത് വെള്ളം തിരിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ രാത്രി ഒരു 10 മണിയായി ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പാടത്ത് പുഞ്ചകൃഷി ഉണ്ട്. അപ്പോൾ അതിന് വെള്ളം തിരിക്കാൻ പോയതാണ്. അപ്പോൾ കനാലിൽ നിന്ന് വെള്ളം തിരിക്കാൻ വേണ്ടി ബ്രാഞ്ചിലുള്ളപ്പോൾ എന്നോട് ഇരുത്തിയിട്ട് ആള് നോക്കാൻ പോകും. അല്ലെങ്കിൽ മറ്റുള്ളൊരു ചെറിയ ഹോളിൽ കൂടെ മറ്റുള്ള വയലിൽ വെള്ളം കൊണ്ടുപോകും. അപ്പം അതിന് നോക്കാനായിട്ട് പുള്ളി നടന്നു പോയി. ഞാനിങ്ങനെ കനാലിൻ്റെ മുന്നിൽ ഇതുപോലെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളി പോയി 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ വെള്ളത്തിൽ വീണു. അധികം ആളില്ല, കുറച്ച് ആളേ ഉള്ളൂ. പക്ഷെ ചേട്ടനത് കണ്ടുകൊണ്ട് പറഞ്ഞു, ദൈവം ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു വെള്ളത്തിൽ കിടന്നു. അങ്ങനെ പുള്ളി എന്നെ പിടിച്ച് പുറകെ ഏൽപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു വീഡിയോ, ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു വീഡിയോസ് എനിക്ക് വെച്ചിട്ടില്ല. അങ്ങനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാടാ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ വീണതുകൊണ്ടായിരിക്കും, ഒന്നും പറ്റില്ല, വേറെ പൊട്ടലോ ഒന്നുമില്ല. അങ്ങനെ പുള്ളി ഞാനും പതുക്കെ നടന്നു വയലിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ചോദിക്കുന്നുണ്ട്, എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അങ്ങനെ ഇതൊരു ക്ലൈമാക്സ് വേറെ ഇതാണ്. അങ്ങനെ ഞങ്ങൾ വയലിൽ നോക്കിയപ്പോൾ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പുലർച്ചൊരു 3 ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നതിന് പോരാണ്. ഇവിടെ ഒരു കിണറുണ്ട്, ഈ കുഞ്ഞിപ്പൊടിച്ചേട്ടൻ എന്ന് പറയാം. നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല പരിചയമാണ്. ഇപ്പോഴും ആ കിണർ കെട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ചേട്ടാ എന്നോട് വീണ്ടും ചോദിക്കണേടാ ഇതിന് കുഴപ്പമുണ്ടോ. ഞാൻ പിന്നെ ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നടക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ചോദിക്കണേ, എടാ ഇതിന് കുഴപ്പമുണ്ടോ. പിന്നെ 3ാമത് ചേട്ടൻ ചോദിക്കണേ, എടാ നീ ഇത് വല്യമ്മോട് പറയോ അമ്മോട് പറയോ. അപ്പൊ ഞാൻ എന്താ ചേട്ടാ അങ്ങനെ ചോദിക്കണേ. അല്ല നീ അത് പറയണെങ്കിൽ ഞാൻ ഇരിക്കട്ട് ചാടണമെന്ന് പറയാണ്. കാരണം ഇങ്ങോട്ട് പോരാൻ അതിനൊരു കാരണമുണ്ട്. ഞാൻ 45ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. ചേട്ടൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ ഇപ്പോ സത്യം പറഞ്ഞാൽ ചേട്ടന്റെ വിവാഹത്തിന് കൂടാൻ പറ്റിയില്ല. വിവാഹ വാർഷികത്തിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വല്യമ്മ വളരെ വൈബുള്ള ആളാണ്. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ, കാരണം ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ന് പറയണ ഞാൻ ജനിച്ചത്. അപ്പൊ അന്ന് ഞാനുണ്ട്, ടെസി ഉണ്ട്, ജോഷി എന്നേക്കാൾ സീനിയറാണ്. ജോസൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ജനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കാരണം ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ, അങ്കിള്, അമ്മാവൻ, അപ്പാപ്പൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ കുറെ വ്യക്തിത്വങ്ങളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ചേട്ടൻ പേടിക്കണ്ട, വല്യമ്മോടും പറയില്ല അമ്മോടും പറയില്ല എന്ന്. അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അന്ന് ചേട്ടൻ സ്കൂളിൽ ജോലിയുണ്ട്. അപ്പൊ ഞാൻ നല്ലവർക്കും കിട്ടിയിട്ടില്ല. അവനൊരു 8 ചേട്ടൻ പതുക്കെ പറഞ്ഞിട്ട് അമ്മോട് ചോദിക്കുന്നുണ്ട്, അവനെ എനിക്കാ. അപ്പൊ ഞാൻ കേട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു അവൻ ഉറങ്ങാണ്, ഇന്ന് അവന് കിട്ടില്ല, അവന് വേറെ കുഴപ്പം എഴുതിയിട്ടുണ്ട്, കാപ്പി കുടിച്ചു. അതുകൊണ്ട് ഇല്ല കാപ്പി കുടിച്ചില്ല, ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ വന്നതെന്ന് വെച്ചാൽ വേറെ കുഴപ്പമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നത്. പക്ഷെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ രഹസ്യം ഇന്നാണ് ഞാനത് പരസ്യമാക്കുന്നത്. കാരണം അപ്പൊ വല്യപ്പ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി, കാരണം ഇളയനും മരിച്ചുപോയി. ഇവര് 3 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്താ പറഞ്ഞ ചേട്ടന് പറ്റുമോ. അപ്പൊ എന്തായാലും ഈ സുദിനത്തില് നിങ്ങളോടൊപ്പം ഈ അനുഭവം ഷെയർ ചെയ്യാൻ സാധിച്ചു. ഞങ്ങളുടെ വളർച്ചയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ് ചേട്ടനും ചേച്ചിയും. കാരണം ഞാനൊക്കെ കുഞ്ഞുനാളായിരിക്കുമ്പോൾ ഞാനുണ്ട്, ജോഷിയുണ്ട്, ടെസിയുണ്ട്, ലീനുണ്ട്, ജോർജുണ്ട്, അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ ഈ 5 കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആവാസ സ്ഥലം എന്ന് പറയുന്നത് ഈ വീടാണ്. ഏകദേശം ഒരു 90-കൾ വരെ 90-92 കാലഘട്ടം വരെ ഈ വീട്ടിലായിരുന്നു ഞങ്ങളുടെ സ്ഥലം കൂടുതൽ. പിന്നീട് വന്നു കഴിഞ്ഞാലും പാട്ടും വർത്തമാനവും ഡിബേറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആവാസ സ്ഥലമായിരുന്നു ചേട്ടൻ്റെ വീട്. അപ്പൊ ഈ സുഹൃത്തില് ജീവിതത്തില് താങ്ങും തണലുമായി ചേട്ടനും ചേച്ചിയും 60 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചതിന് സർവേഷനോട്
പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പാട്ട് പാടി വിടുന്നില്ല. ഫയർ ടീം അംഗങ്ങൾ അടിപൊളി സൂപ്പറായിട്ട് എല്ലാം ഭംഗിയായിട്ടാ. ഇനിയിപ്പോ മരുന്നില്ല. അപ്പൊ മറ്റേ പാട്ട് പാടണ്ടേ ചേച്ചി? അല്ലതല്ല, മറ്റേ പ്രസീത താല്പര്യയുടെ പാട്ട് നമുക്ക് പാടാന്ന് പറഞ്ഞിട്ട് മരിയുണ്ട്. മൈക്ക് അവിടെ മൈക്ക് വേണ്ട. അതെ, സൗണ്ട് ഉണ്ട്. എന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രനും കുഞ്ഞിപ്പെണ്ണെ ഇന്നുവരെ വന്നില്ല. എന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രനും കുഞ്ഞിപ്പെണ്ണെ ഇന്നുവരെ വന്നില്ല. എന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രനും കുഞ്ഞിപ്പെണ്ണെ
പാട്ടുകാരെ അവരോട് ഒരു ഫോട്ടോ എടുക്ക്. മോനെ മോളെ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കേ പാട്ടുകാരുണ്ടായിട്ട്. ഞാൻ പഠിച്ചില്ല വാ കേട്ടാ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കുഞ്ച് വന്ന പൈകിളി വന്നേ, കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കുഞ്ച് വന്ന പൈകിളി വന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. ആലപ്പുഴ കണ്ടു കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. പിന്നെ കൊച്ചിക്കായി പെണ്ണിനെ കണ്ടേ, കൊച്ചി കണ്ടു ബീച്ച് കണ്ടു കൊച്ചിയായി മുഖം കണ്ടേ, പിന്നെ കൊച്ചിക്കായി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണക്കിളി പറന്നേ, കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണക്കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ടു ചിപ്പി കണ്ടു മുത്താരക്കുടയും കണ്ടേ, പിന്നെ മുത്തിരിക്കണ പെണ്ണിനെ കണ്ടേ. മുത്ത് കണ്ടു ചിപ്പി കണ്ടു മുത്താരക്കുടയും കണ്ടേ, പിന്നെ മുത്തിരിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ, അവൾ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. ജോസേട്ടനും ചേച്ചിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കൂടെ സഹകരിച്ച റോഡി ചേച്ചി, സ്മിത ചേച്ചി, സിമി, ഇതിന്റെ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ സദസ്സിന് നല്ലൊരു സദസ്സായിരുന്നു. എല്ലാവരും കയ്യടി ബഹളമായിരുന്നു. എല്ലാവർക്കും നന്ദി.
തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക് നിങ്ങൾക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ അമ്മയുടെയും 60ാം വിവാഹ വാർഷിക ദിനമായിരുന്നു. ഇന്നലെയായിരുന്നു. ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആഘോഷത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അപ്പച്ചൻ ഒരു വലിയ ആർഭാടമായൊരു ആഘോഷം അതിനെതിരായിരുന്നു. അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് ഇത്രയും വലിയ ആഘോഷങ്ങളെ ഫേസ് ചെയ്യാനുള്ള, അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്തില്ല, നാണം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഒരുപാട് സ്റ്റേജിലേക്ക് കയറി അഭിനയിച്ചിട്ടുള്ള ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. അത് സ്റ്റേജ് അല്ലേ, ഇത് ജീവിതമാണ്. ജീവിതത്തിൽ അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, നാണം വരും എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ നാണം ലഘൂകരിക്കാനായിട്ട് രശ്മിയും ഞങ്ങളുടെ പേപ്പച്ചനും ഒരുപാട് ശ്രമിച്ചു. ആ ശ്രമം വിജയകരമായിട്ട് പൂർത്തിയാക്കി അപ്പച്ച അവസാനം സമ്മതിച്ചു. അതുകൊണ്ടാണ് ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത്. ഏറ്റവും ഭംഗിയായ രീതിയിൽ നടന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വളരെ ആകസ്മികമായിട്ട് വരും സന്തോഷത്തിന്റെ. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ വളരെ ആകസ്മികമായിട്ട് വന്ന ഒരു സന്തോഷത്തിന്റെ ദിനമാണെന്ന്. അതിന് അത്രയും സന്തോഷത്തിന്റെ ലെവല് ഈ നിലയിലേക്ക് ഉയർന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഇതില് നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും പേരിൽ, അപ്പച്ചൻ്റെ അമ്മയുടെയും പേരിൽ, ഞങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ഈ സന്ധ്യയെ, അപ്പച്ചൻ്റെ ജീവിതത്തെ, അമ്മയുടെ ജീവിതത്തെ മനോഹരമാക്കി. അതിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും, കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. ജോസേ, ഞങ്ങള് നീങ്ങും കേട്ടോ. സമയത്തേ ഹലോ, പ്രിയ വർഗീസേട്ട ചേച്ചി, 2 വാക്ക് നന്ദിയുടെ. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ മിനി ചേച്ചിയുടെ അനിയനാണ്. പ്രത്യേകമായിട്ട് അപ്പച്ചനെ കുറിച്ച്, അമ്മച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു, സ്നേഹത്തിൻ്റെ മനുഷ്യരായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ആളൂർ വന്നപ്പോൾ അവരായിട്ട് കൂടുതൽ സംസാരിക്കുവാനും അവരായിട്ട് ഇടപെടുവാനായിട്ടും ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ നല്ല മനസ്സുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സമൃദ്ധമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
ഭക്ഷണം കഴിക്കാം വിളിക്കാം എല്ലാരോടും നിൽക്കാൻ പറ്റുമോ? അവിടെ വന്നില്ല അറിയാൻ പുറത്ത് മോനിവിടെ വയ്ക്കുക മോൻ കൈതാഴെ എന്നിട്ട് വയ്ക്കുക ആ എന്നിട്ട് ഇവിടെ വയ്ക്കുക ഇവിടെ വയ്ക്കുക ഇവിടെ വയ്ക്കുക കേട്ടാ പോലെ പോലെ അതാണ് ഓക്കെ ഈ ഫാമിലി മൈസൂർ